Hi, it's me Shamir Koisan from F&F Motorsports. അപ്പോൾ നമുക്കൊരു ക്രിസ്റ്റ വർക്ക് വന്നിട്ടുണ്ടോ? ഓക്കെ, വർക്ക് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫേസ് ലിഫ്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റയിൽ ഫേസ് ലിഫ്റ്റ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് വന്നിട്ട് ഫ്രണ്ട് ബമ്പർ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്, ഫ്രണ്ട് ബമ്പർ മൊത്തം. അതേപോലെ തന്നെ അതിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബമ്പറിനോടൊപ്പം തന്നെ നമ്മളെ ഫ്രണ്ട് ഗ്രില്ല് മാറുന്നുണ്ട്. അതേപോലെ നമ്മളെ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു സൈഡ് പോർഷനിലാണ് നമുക്കിതിന് ഇൻഡിക്കേറ്റർ വരിക. അതുപോലെ ഫോഗ് ലാമ്പ് ഈ ഒരു സെൻറ്റർ പോർഷനിലാണ് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമ്മൾ ആ ഒരു ടൈപ്പിലേക്ക് വരുന്ന മാറ്റം. പിന്നീട് നമുക്ക് പെയിൻറ്റിങ് ആണ് കേട്ടോ. ഈ ഒരു മാറിയ പോർഷൻ മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നീട് നമ്മൾ മൊത്തത്തിൽ വണ്ടി ഒന്ന് പോളിഷ് ചെയ്യണം. കുറച്ച് അവിടെ ഇവിടെ ചെറിയ ചെറിയ ടച്ചിങ്സ് ഉണ്ട്. ടച്ചിങ്സ് പറഞ്ഞാൽ മേജർ ടച്ചിങ്സ് ഒന്നുമില്ല, ചെറിയ ബ്രഷ് ടച്ചുകൾ. അപ്പോൾ മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കണം. അതേപോലെ ഈ ഒരു പ്ലാപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെയ്യുന്ന വീൽ പെയിൻറ്റിങ് ആണ് കേട്ടോ. ഓൾറെഡി നമുക്ക് ഇതിലുള്ളതൊരു ബ്ലാക്കാണ്, ഗ്ലോസി ബ്ലാക്കാണ്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് നമ്മളൊരു സിൽവർ, ഒരു ഹൈപ്പർ സിൽവറിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ പ്രത്യേക സൈഡിൽ മാറ്റങ്ങളൊന്നുമില്ല. അതേപോലെ ഈ ഒരു റൂഫ് റെയിൽ ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളതൊരു ബ്ലാക്കിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ സൈഡ് പോർഷനിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. റിയർ പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, കാരണം ഈ ഒരു ലുക്ക് തന്നെ ആവും. നമ്മൾ ആ ഒരു ഡീറ്റെയിലിംഗ് നമ്മളിതിൽ എന്തെങ്കിലും ചെയ്യും. ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ മെയിൻ ഇതിൻ്റെ സീറ്റ് വർക്കാണ് കേട്ടോ. സീറ്റ് കണ്ടോ, സീറ്റ് നമുക്ക് ആ ഒരു സ്റ്റോക്ക് സീറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്ന് ഫോം സെറ്റിങ്സ് കാരണം തൈ സപ്പോർട്ടും വിങ് സപ്പോർട്ടും ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. അതേപോലെ കൺസോൾ ബോക്സിലെ ടോപ്പ് നമ്മളൊന്ന് മാറ്റി ചെയ്യും. പിന്നീട് നമ്മൾ ഡോർ പാഡ് കണ്ടോ, ഡോർ പാഡ് ഒരു നീറ്റ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡോർ പാഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് നമ്മൾ എന്താക്കും, അത്യാവശ്യം നല്ലൊരു നീറ്റിൽ നമ്മൾ ചെയ്യുന്നത്. മെയിൻലി നോക്കുകയാണെങ്കിൽ ഫേസ് ലിഫ്റ്റ്, അതിൻ്റെ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ മൊത്തമായിട്ട് നമുക്കൊന്ന് പോളിഷ് ചെയ്യണം. പിന്നീട് ഇന്ത്യയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ. വർക്ക് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ അധികം വർക്കൊന്നുമില്ല, കുറച്ച് വർക്കുള്ളൂ. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ മാറ്റവും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ വണ്ടി മൊത്തത്തിൽ കട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് അധികം ആയിട്ടുണ്ട്, പോളിഷ് കാര്യങ്ങളും ചെയ്യാത്തൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് പോളിഷും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു ഫ്രണ്ട് ബമ്പർ കണ്ടോ, ഒരു ഫ്രണ്ട് ബമ്പർ കംപ്ലീറ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളും നമ്മളൊരു വണ്ടിയിൽ ഫ്രണ്ടിൽ ചെയ്തിട്ടില്ല. പിന്നീട് വീൽ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ നമ്മൾ അലോയ്സ് ഒരു ബ്ലാക്ക് ആയിരുന്നു, നമ്മളതൊരു സിൽവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു കാലിബർ ഉണ്ടല്ലോ, അത് നമ്മൾ റെഡിലേക്കും ചെയ്തിട്ടുണ്ട്. വേറെ സൈഡിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നീടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ ജസ്റ്റ് ഇന്ത്യയിൽ കൊണ്ട് കാണിച്ചില്ല. നോക്കുമ്പോൾ നമ്മൾ സീറ്റാണ് കേട്ടോ. സീറ്റ് ജസ്റ്റ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്, കാരണം ജസ്റ്റ് നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ചിങ് ഡബിൾ സ്റ്റിച്ചാണ്, ഡയമണ്ട് കട്ടാണ്. അപ്പോൾ കസ്റ്റമറാണ് ഈ ഒരു ഡിസൈൻ ഫുൾ ഡയമണ്ട് കട്ടും മതി കസ്റ്റമർ പറഞ്ഞാണ്. ആ ഒരു ഇതിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് കോഫി ബ്രൗൺ ആണ്, നാപ്പ ലെതറിലാണ്. ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഫെസിറ്റും അതേപോലെ തന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങും
അതേപോലെ തന്നെ സീറ്റ് വർക്കും അതേപോലെ കംപ്ലീറ്റ് പോളിഷും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. പിന്നെ ഈ മറ്റു വീഡിയോയുമായി വീണ്ടും വരുന്നത്